വിധി പ്രസ്താവം വരിക. അതേസമയം പുറത്തു നടക്കുന്ന ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ ഇതൊന്നും നിയമപരമായി രേഖാമൂലമുള്ള പരാതികളല്ല, കോടതിക്ക് മുന്നിൽ എത്താത്ത സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളെ കോടതി മുഖവിലക്കെടുക്കില്ല. ഈ രണ്ടാമത്തെ പരാതി, അതായത് യുവതിയുടെ പരാതി എന്ന് പറയുന്നത് പോലും അത് AICCക്ക് നൽകിയ പരാതിയാണ്, അത് KPCCക്ക് ലഭിച്ച പരാതിയാണ്. ആ പരാതിയാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. അങ്ങനെ ഒരു പരാതിക്കാരിയുണ്ടോ? അത് ജനുവിനായ പരാതിയാണോ? ആ പരാതിക്കാരിക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? ഇതെല്ലാം കോടതി നിരീക്ഷിക്കും. VV അരുൺ ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട വാദങ്ങൾ, 2 മണിക്കൂറോളം നീണ്ട ഇന്നലത്തെ വാദം, ഇന്ന് പുതിയ വിശദാംശങ്ങളുമായി എത്തുന്ന പശ്ചാത്തലം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ വിവരങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ നൽകി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് വാദം പൂർത്തിയായി, വാദപ്രതിവാദങ്ങൾ പൂർത്തിയായി. ഇനി വിധി പറയുക എന്നതിന് വേണ്ടിയാണോ ഈ 11:45 എന്ന സമയം? അതിന് വിധി പ്രസ്താവമാണോ വരാൻ പോകുന്നത്? തീർച്ചയായിട്ടും 12 മണിയോടുകൂടി വിധി തന്നെ പ്രസ്താവിക്കും. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വിധി പ്രസ്താവം നേരത്തെ വ്യക്തമായിരുന്നു. ഇന്ന് കൂടുതലായി നൽകിയ തെളിവ്, പ്രോസിക്യൂഷൻ നൽകിയ തെളിവ്, രണ്ടാമത് ഇന്നലെ രജിസ്റ്റർ ചെയ്ത FIR ആണ്. ഒരു കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു യുവതി KPCC അധ്യക്ഷനും അതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡും അയച്ച പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ ആ പരാതി അപ്പോൾ തന്നെ സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയിരുന്നു. അതിലാണ് ഇന്നലെ FIR ഇട്ടത്. ആ FIR വിവരങ്ങളാണ് ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചത്. രണ്ടാമത്തെ FIR കോടതിയിൽ നൽകി. അത് തനിക്കെതിരായി FIR, രണ്ടാമത്തെ FIR രാഷ്ട്രീയ പ്രേരിതമെന്ന വാദമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ പുതിയ കേസ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോഴത്തെ കേസിനെ മെറിറ്റിനെ ബാധിക്കുന്ന ഒന്നല്ല എന്ന് പ്രോസിക്യൂഷൻ തിരിച്ചറിയുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാൾ ഹാബിച്വൽ ഒഫൻഡറാണ്. അയാൾ സ്ത്രീകൾക്ക് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നയാളാണ്. അയാൾക്കെതിരെ ഇനിയും പരാതികൾ വരാനിരിക്കുന്നു. ഈ പെൺകുട്ടിയുടെ കത്തിൽ അത് ശരിയായ വ്യാജമെന്ന് കോൺഗ്രസ് വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമായി അത് പോലീസ് കാണുന്നത്, അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, അവൾ ഭയന്ന് തന്നെയാണ് പുറത്തു വരാത്തത്. അവൾ ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇതുവരെ പരാതി നൽകാൻ താൻ തയ്യാറല്ല. പരാതി നൽകിയ ഒരു പെൺകുട്ടിക്കുണ്ട അനുഭവം തന്നെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇനിയും കേസുമായി മുന്നോട്ട് പോകാൻ താൻ ഭയപ്പെടുന്നതെന്ന് ആ പെൺകുട്ടി പറയുന്നു. വളരെയധികം സ്വാധീനമുള്ള, രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭരണപക്ഷത്തുള്ള ആളല്ല, പ്രതിപക്ഷത്തുള്ള ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് 1 വർഷം മാത്രമാകുന്ന ആളാണ്. പക്ഷേ അപ്പോഴും അസാധാരണമായ രാഷ്ട്രീയ സ്വാധീനം, അസാധാരണമായ സാമ്പത്തിക സ്വാധീനമുള്ള ഒരു പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സംഘടിതമായ സൈബർ ആക്രമണം യുവതിക്കെതിരെ നടത്തിയ ആളാണ്. യുവതിക്കെതിരെ മാത്രമല്ല, തനിക്കെതിരെ നിലപാടെടുത്ത കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പോലും സംഘടിതമായ സൈബർ ആക്രമണം നടത്താൻ ശേഷിയുള്ള ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ ഇനിയുള്ള കേസുകളിൽ ഇരകൾക്ക് പുറത്തു വരാൻ ഭയമുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് വിലസിയാൽ അവർ കൂടുതൽ ശക്തരായ അയാൾ മാറും. അതോടുകൂടി രാഹുലിനെതിരെ ഇനിയും പരാതി പറയാൻ തയ്യാറെടുക്കുന്ന നിരവധി ഇരകളുണ്ടെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ആ ഇരകൾക്ക് പുറത്തു വരാൻ ഭീതി ഉണ്ടാകും. ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് നീതി നടപ്പാകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് തന്നെ പോകണമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടാണ്, അതിനുവേണ്ടിയാണ് ഈ രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ FIR, ഇന്നലെ വൈകുന്നേരം രജിസ്റ്റർ ചെയ്ത FIR കൂടി ഇന്ന് കോടതി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇന്നലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു പരാതി കൂടി രാഹുലിനെതിരെ വന്നിട്ടുണ്ട് എന്ന ഒരു വിവരം അറിയിച്ചിരുന്നു. ഇന്ന് അതിന്റെ രേഖയായാണ് FIR സമർപ്പിച്ചിരിക്കുന്നത്. അത് ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പോലും അതിന്റെ പ്രാധാന്യം എന്നത്, അതിന്റെ സാധുത എന്നത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന, ഇരകളെ വെല്ലുവിളിക്കുന്ന ഒരാളാണ്. ഇരകൾക്ക് സമാധാനത്തോടെ സ്വൈരത്തോടെ ജീവിക്കാൻ അവസരം ഒരുക്കാൻ അയാൾ തയ്യാറാകില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാകും കോടതിയുടെ വിധി അല്പസമയത്തിനകം പുറത്തു വരാൻ പോകുന്നത്. വളരെ കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ കൈമാറിയിരുന്നു. ചില രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനും കൈമാറി. പെൺകുട്ടിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, പെൺകുട്ടിയുടെ സ്ഥാപനം, BJPയുമായുള്ള ബന്ധം തുടങ്ങി പല കാര്യങ്ങളാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇന്നലെ വാദങ്ങൾക്കിടെ രാഹുലിന്റെ അഭിഭാഷകൻ അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പകരം ഉഭയസമ്മത പ്രകാരമുള്ള പരസ്പര ധാരണയോടുകൂടിയുള്ള ലൈംഗിക ബന്ധത്തിലാണ് രണ്ടുപേരും ഏർപ്പെട്ടത്. ആ ധാരണ പ്രകാരമുള്ള ഭ്രൂണഹത്യയാണ് നടന്നത്. ഭ്രൂണഹത്യ നിർബന്ധിച്ചെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ, പെൺകുട്ടി പരാതിപ്പെടുമ്പോൾ അങ്ങനെയല്ല. പെൺകുട്ടിയുടെ കൂടി താല്പര്യത്തോടുകൂടി, സമ്മതത്തോടു കൂടിയാണത്, പരസ്പര സമ്മതത്തോടുകൂടി ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഈ കേസ് നിലനിൽക്കില്ല, നോൺ ബെയിലബിൾ ചാർജ് നിലനിൽക്കില്ല എന്ന വാദമാണ് പ്രോസിക്യൂഷന് എതിരായി രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചത്. പക്ഷേ അവിടെ കൃത്യമായ തെളിവുകൾ, സ്ക്രീൻഷോട്ടുകൾ, അതായത് വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ, അതുപോലെ തന്നെ കോൾ റെക്കോർഡ്
റെക്കോർഡുകളൊക്കെ പെൺകുട്ടിയെ നിർബന്ധിച്ച് ഭ്രൂണഹത്യയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA നിർബന്ധിക്കുന്ന തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് വേണം തീരുമാനമെടുക്കേണ്ടതെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. എല്ലാ കാര്യങ്ങളും കോടതി പരിഗണനയിലുണ്ടാകും. അതിനുമപ്പുറത്തേക്ക് ഈ കേസിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമൊക്കെ പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. സാധാരണഗതിയിൽ കോടതിയുടെ തീരുമാനത്തെ ഒന്നും ബാധിക്കാമെന്ന് പറയുമ്പോൾ നമുക്കറിയാം പല കേസുകളിലും ഇത്തരത്തിൽ ജനങ്ങളുടെ വികാരവും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനത്വം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പല സമീപകാലത്ത് പല കേസുകളുടെയും വിധികളിൽ അല്ലെങ്കിൽ അതിൻ്റെ ജാമ്യാപേക്ഷകളിലും ഒക്കെ സ്വാധീനിക്കപ്പെട്ടിരുന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഏതായാലും ഇത്തരം എല്ലാ സാധ്യതകളും പരിഗണിച്ചുകൊണ്ട് തന്നെയാകും ഇന്ന് കോടതി വിധി പറയാൻ പോവുക. രാഹുൽ മാങ്കൂട്ടത്തിന്, കോൺഗ്രസിന്, സംസ്ഥാനത്തെ UDF ഏറ്റവും നിർണായകമായ വിധിയാണ് ഏതാനും മിനിറ്റുകൾക്ക് അകം ഈ വഞ്ചൂർ കോടതിയിൽ നിന്ന് പുറത്തു വരാനുള്ളത്. അഭിലാഷ്. യെസ്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവത്തിന് ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇനി അരമണിക്കൂർ മാത്രം കാത്തിരുന്നാൽ മതിയാകും. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ അതെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടയാൻ സാധിക്കില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തുമോ എന്നുള്ളതാണ്. ഇന്നലെ എന്താണ് എങ്കിലും അറസ്റ്റ് തടയുക എന്ന ഒരു സമീപനത്തിലേക്ക് കോടതി പോയിട്ടില്ല. പക്ഷേ VV അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകൾ അടക്കമാണ് ഹാജരാക്കിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ അതിജീവിതയുടേത് എന്ന നിലയിൽ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്നത്, അതായത് ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുന്നു എന്ന തരത്തിലുള്ള വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അത് മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾ കണ്ടതാണ്. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ടത്, പ്രിയ പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്, കോടതിയിൽ ഇത്തരം വാദങ്ങൾ നടക്കുമ്പോൾ ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ കൃത്രിമമായി നിർമ്മിക്കപ്പെടാം. അത് വളരെ കൃത്യമായി ഏത് കാലഘട്ടത്തിൽ നടന്നതാണ്, ഈ ഒരു ഭ്രൂണഹത്യയുമായി ഇതിന് ബന്ധമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഒക്കെ അഭിഭാഷകർ വാദമുഖങ്ങൾ ഉന്നയിക്കും. എങ്ങനെയാണ് ഒരു സ്ക്രീൻഷോട്ടിനെ കണ്ടുകൊണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ നിന്ന് അയച്ച സ്ക്രീൻഷോട്ടാണ് എന്ന് പറയാൻ സാധിക്കുക? അത് കൃത്യമായി നിർമ്മിച്ച അല്ലെങ്കിൽ കൃത്യമായ ഒരു മെസ്സേജ് ആകണമെന്ന് എന്ത് തെളിവുകൾ ആണ് ഉള്ളത്? അതിനൊക്കെ ഇനി ശാസ്ത്രീയമായ തെളിവുകളാണ് നടക്കേണ്ടത്. അതായത് ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണോ ആ സന്ദേശങ്ങൾ പോയിട്ടുള്ളത്, ഇതേ പെൺകുട്ടിക്ക് തന്നെയാണോ ഈ സന്ദേശങ്ങൾ വന്നിട്ടുള്ളത്, ആ ഫോണിൽ നിന്നുള്ള ഒറിജിനൽ ഡോക്യുമെന്റുകൾ ആണോ, അത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണോ ഇതൊക്കെ പോലീസ് സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയോ അല്ലെങ്കിൽ ഒരു അതിജീവിത മുന്നിൽ വന്നുകൊണ്ട് വെളിപ്പെടുത്തുകയോ ചെയ്യുമ്പോഴും അതിൻ്റെ ആധികാരികത എന്നത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അത്തരം ആധികാരികത കണ്ടെത്തുന്ന ഒരു സമയത്തിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ കടന്നിട്ടുണ്ടാകില്ല. അവിടെയാണ് പ്രിയ പ്രേക്ഷകരെ ആവർത്തിച്ച് നമ്മൾ പറയുന്നത്, ഈ ഘട്ടത്തിൽ കോടതിക്ക് മുന്നിൽ ഉള്ള ചോദ്യം എന്നത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു നിന്നാൽ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡിയിൽ നിൽക്കുന്നു എന്നതിന് പകരം പുറത്തു നിന്നുകൊണ്ട് അന്വേഷണവുമായി സഹകരിച്ചാൽ എന്ത് പ്രതിസന്ധിയാണ് അന്വേഷണ സംഘം നേരിടുക? ആ പ്രതിസന്ധികൾക്കായിരിക്കും കോടതി പ്രഥമമായി പരിഗണന നൽകുക. അവിടെയാണ് പ്രധാനപ്പെട്ട വാദങ്ങൾ കോടതിക്ക് മുന്നിൽ ഈ അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്നത് സമാന സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾ ആണ്, ആദ്യമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആൾ അല്ല. ഇതിനു മുമ്പും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അത് നിയമപരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല, അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അയാൾ കുറ്റവാളി അല്ലാതെയാകുന്നില്ല എന്ന വാദം പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പ്രാഥമികമായ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുന്നത് അദ്ദേഹം എന്തിനും മടിക്കാത്ത ഒരാളാണ്, അതായത് അതിജീവിതയെ ഇല്ലാതാക്കാൻ പോലും മടി കാണിക്കാത്ത ഒരാളാണ്. അതിൻ്റെ ശബ്ദ സന്ദേശം ആയിരിക്കും സ്വാഭാവികമായും കോടതിക്ക് മുന്നിൽ എത്തിക്കുക. പക്ഷേ അപ്പോഴും കോടതിക്ക് അത് ആധികാരികമാണോ എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവരേണ്ടതുണ്ട്. മാത്രവുമല്ല പ്രിയ പ്രേക്ഷകരെ, നമുക്കറിയാം പുതിയ കാലഘട്ടമാണ്. അവിടെ അതിജീവിതയുടെ സന്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ പോലും അതിൽ ഒരു എഡിറ്റിംഗും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിജീവിതയുടെ പ്രതികരണങ്ങൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യപ്പെടാതെയാണ് നമ്മൾ പുറത്ത് കണ്ടത് എന്നതൊന്നും വിശ്വസിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ അതിജീവിതയുമായുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കാം ഈ പുറത്തു വന്നിട്ടുള്ളത്. അവിടെ ആണ് ഈ രാഹുലിൻ്റെ മറുവാദം എന്നത് എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുള്ളത്. രാഹുൽ നൽകിയിട്ടുള്ള ഡോക്യുമെന്റിൽ ഒരു പക്ഷേ രാഹുൽ അന്ന് നടത്തിയിട്ടുള്ള ചാറ്റിൻ്റെ പൂർണ്ണ രൂപം ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം രാഹുലിൻ്റെ അഭിഭാഷകൻ ആവർത്തിച്ച് പറയുന്നത് ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഉള്ള ബന്ധമായിരുന്നു എന്നത്. ഒപ്പം ഭ്രൂണഹത്യയുമായി ബന്ധപ്പെട്ടും അവിടെയും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വളരെ കൃത്യമായി പറയാനുള്ളത്, അതിജീവിത പറയുന്നത് അത് നിർബന്ധിച്ചുള്ള ഭ്രൂണഹത്യ എന്നുള്ളതാണ്. അത്തരം നിർബന്ധത്തിൻ്റെ ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത് ഭ്രൂണഹത്യക്ക്